ക്രിക്ടോക്സ് ഇക്കണോമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ സമീർ റസ്വിയുടെ മുന്നിൽ മുംബൈ ഇന്ത്യൻസ് അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമായി പോയി. സമീർ റസ്വ 22-കാരൻ പയ്യൻ വന്നിട്ട് മുംബൈ ബോളേഴ്സിനൊക്കെ അടിച്ചങ്ങട് പരത്തി. ഇന്നലത്തെ കളിയുടെ സമഗ്ര വിശകലനം നമ്മൾ നോക്കിയാൽ ടോസ് കിട്ടിയിട്ട് ബൗളിംഗ് ആണ് ഡൽഹി നായകൻ അക്ഷർ പട്ടേൽ തിരഞ്ഞെടുത്തത്. മുംബൈക്കായിട്ട് ഇന്നലെ അവരുടെ നായകൻ ഹാർദിക് പാണ്ഡ്യ കളിച്ചിട്ട് അദ്ദേഹത്തിന് പനി എന്നാണ് സൂചന. അതുകൊണ്ട് സൂര്യകുമാർ അതാണ് ടീമിനെ നയിച്ചത്. 3 മാറ്റങ്ങളുമായിട്ടാണ് മുംബൈ ഇറങ്ങിയത്. കഴിഞ്ഞ കളി ജയിച്ച ടീമാണെന്ന് ഓർക്കണം. ഇക്കളി വരുമ്പോൾ 3 മാറ്റങ്ങൾ. കോർബിൻ ബോഷ്കാരെ കൊണ്ടുവന്നു, മിച്ചിൽ സാന്റ്നറിനെ കൊണ്ടുവന്നു, ദീപക് ചഹറിനെ കൊണ്ടുവന്നു. ഹാർദിക് പാണ്ഡ്യ, അള്ളാ ഗസൻഫർ, നമ്മുടെ മായങ്ക് മാർക്കന്റെ ട്രെന്റ് ബോൾട്ട് നേരെ പുറത്തേക്കും പോയി. മത്സരത്തിന്റെ തുടക്കത്തിലെ റിക്കിൾട്ടനെ നഷ്ടപ്പെട്ടു. റിക്കിൾട്ടൻ 11 ബോളിൽ 80 റൺസാണ് റിക്കിൾട്ടൻ എടുക്കുന്നത്. അദ്ദേഹത്തിന് മുകേഷ് കുമാർ ആറിന് പറഞ്ഞു വിടുന്നത്. പിന്നെ രോഹിത് ശർമ്മ വളരെ മെല്ലെയാണ് കളിച്ചത്. അദ്ദേഹം പക്ഷെ ബൗണ്ടറി ഒക്കെ അടിച്ചു, 5 4 6 ഒക്കെ അടിച്ചു. 26 ബോളിൽ 35 റൺസ്. ആ സമയത്ത് അങ്ങനെ കളിക്കാനേ പറ്റൂ, കാരണം ഓൾറെഡി ഒരു വിക്കറ്റ് പോയി, പിന്നെ പിടിച്ചേക്കണമല്ലോ. അതിലേക്ക് തിലക് ഇറങ്ങി പോയി. 2 ബോളിൽ 0. ഒരേ ഓവറിലാണ് തിലക് ഇറങ്ങി റയാൻ റിക്കിൾട്ടനും പോകുന്നത്. പിന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കുറച്ച് കാലങ്ങളായിട്ട് ഫോമോട്ടോ, പക്ഷെ ഇന്നലെ അദ്ദേഹം അടിച്ചു 36 പന്തിൽ 51 റൺസ്. റുദർഫോർഡ് 7 ബോളിൽ 5 റൺസ്. റുദർഫോർഡിനെയും യുവ്രാജ് നിഗമാണ് പറഞ്ഞുവിടുന്നത്. നമാൻ ഡെർ 21 പന്തിൽ 28 റൺസ്. മിച്ചൽ സാന്റ്നർ ഇന്നലെ വന്നു, അദ്ദേഹം 13 പന്തിൽ 18 റൺസ് അടിച്ചു. പിന്നെ കോർബിൻ ബോഷ് അവസാനം 4 ബോളിൽ 11 റൺസ്, 2 4 അടിച്ചു. അപ്പൊ ഈ മത്സരത്തിൽ ഡൽഹി മുംബൈ എടുത്ത് 122 റൺസ്. ഈ പിച്ചിൽ സ്കോർ വെച്ചിട്ട് 150-190 ഒക്കെ വേണം. കളിക്ക് ശേഷം സൂര്യകുമാർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ എടുത്തതിൽ നിന്ന് 20 റൺസ് 25 റൺസ് ഷോർട്ടായി പോയിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, മുംബൈ നായകൻ സൂര്യകുമാർ. പക്ഷെ എന്നാൽ ഡൽഹിയുടെ ബോളിംഗ് ഏരിയയിലേക്ക് മുകേഷ് കുമാർ 3 ഓവറിൽ 26 2 വിക്കറ്റ്. ലിഞ്ചി എംഗിഡി മികച്ച ബോളറാണ് ഇപ്പൊ അദ്ദേഹം. 4 ഓവറിൽ 34 1 വിക്കറ്റ്. അക്ഷർ പട്ടേൽ അദ്ദേഹം അതുകൊണ്ട് പറയേണ്ടി വരില്ല, 4 ഓവറിൽ 22 1 വിക്കറ്റ്. യുവ്രാജ് നിഗം 3 ഓവറിൽ 24. കുൽദീപ് യാദവ് അല്പം എക്സ്പെൻസ് ചെയ്ത് 3 ഓവറിൽ 31 0. നട്രാജൻ 3 ഓവറിൽ 24 1. അങ്ങനെ 20 ഓവറിൽ 162 എന്ന ലക്ഷ്യം. അപ്പൊ കളി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഡൽഹി ജയിക്കുന്നതാണ്, ആയാസമായിട്ട് ഡൽഹി ജയിക്കുന്ന വിചാരിച്ചു. കാരണം ഈ പിച്ച് കണ്ടീഷൻ വെച്ചിട്ട് കുറച്ച് സ്കോർ കുറവാണ്. കുറച്ചും കൂടി ലേറ്റ് നൈറ്റ് ഈവനിങ് ഉച്ചക്ക് തുടങ്ങിയ കളിയാണ്. എന്നാൽ പോലും സെക്കൻഡ് ഇന്നിംഗ്സ് ഒക്കെ ആകുമ്പോൾ 5-6 മണിയാകുമ്പോൾ ഡി വരാൻ ചാൻസ് ഉണ്ടാവും. അന്നേരം കുറച്ചും കൂടി ബാറ്റേഴ്സിന് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. തുടക്കത്തിലെ നഷ്ടപ്പെടുന്ന കാഴ്ച കണ്ടു DC-ക്ക്. അവരുടെ പ്ലെയർ KL രാഹുൽ 3 ബോൾ റൺസ്. രാഹുൽ പോയി. രാഹുലിന് ചഹറിന്റെ ബോളിൽ റിക്കിൾട്ടൺ പിടിച്ച് രാഹുൽ പുറത്താകുന്നു. 10 സാങ്ക 30 പന്തിൽ 44. അദ്ദേഹം കുറച്ച് കിടിലൻ ഷോട്ടുകൾ കളിച്ചു. അദ്ദേഹം 6 4 1 6 അടിച്ചു. 44 റൺ 156 സ്ട്രൈക്കിൽ അദ്ദേഹം ബാറ്റ് വീശി. നിതീഷ് റൺ എന്താണ് ഇന്നലെ ചെയ്തത്? അദ്ദേഹം റൺഔട്ട് ആവുകയാണ്. 3 ബോളിൽ 0 റൺ എടുത്തത്. അദ്ദേഹം ബുംറയുടെ ബോളിൽ ഡിഫൻഡ് ചെയ്തിരുന്നു. ആ ബുംറേനെ ബോൾ ചെയ്ത് ബുംറേനെ എറിയുന്നു, ഔട്ട് ആക്കുന്നു. പിന്നെ സമീർ റസ്വി കഴിഞ്ഞ കളിയിലും അദ്ദേഹം 50 അടിച്ചു. ഇക്കളിയിൽ 90 റൺസ്. മുംബൈയുടെ പേരുകേട്ട ബോളേഴ്സിനൊക്കെ യഥാർത്ഥ അദ്ദേഹം അടിച്ചങ്ങ് പഞ്ഞിക്കിട്ടു. 51 ബോളിൽ 90 റൺസ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം എടുത്ത റൺസ് എത്ര അറിയോ? 20 ബോളിൽ 17 റൺസുള്ള പ്ലെയർ ആണ്. പിന്നീട് 51 ബോളിൽ 90 റൺസ് എന്നത്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 30 പന്തിലാണ് അദ്ദേഹം 70 റൺസ് അടിച്ചത്. അവസാനം അയാൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കളിച്ചു. അദ്ദേഹം 7 4 7 6 അടിച്ചു. ഇതിപ്പോ സമീർ റസ്വിക്കാണ് ഇന്നലെ മാൻ ഓഫ് ദി മാച്ച് കിട്ടുന്നത്. അദ്ദേഹം കഴിഞ്ഞ കളിയും 50 അടിച്ചു, ഇക്കളി 50 അടിച്ചു. കൺസിക്യൂട്ടീവ് ആയിട്ട് മാൻ ഓഫ് ദി മാച്ചും IPL 50 അടിക്കുന്ന 3ാമത്തെ പ്ലെയറെ മാറിയിട്ടുണ്ട്. ഇതിന് മുന്നേ അടിച്ചത് ജോസ് ബട്ട്ലറും ഋതുരാജ് ഗേക്വാദുമാണ്. ഇപ്പൊ സമീർ റസ്വി യഥാർത്ഥത്തിൽ ചെന്നൈ റിലീസ് ഒക്കെ ഒരു വലിയ മണ്ടത്തരമാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. കാരണം അദ്ദേഹം ഒന്ന് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, കഴിഞ്ഞ കളിയും അദ്ദേഹം ക്ലിക്കായി, ഇക്കളിയും ക്ലിക്കായി. പിന്നെ കില്ലർ മില്ലർ 18 ബോളിൽ 21 റൺസ് 4 4 അടിച്ചു. സ്റ്റെപ്സ് വന്നു 4 ബോളിൽ 3 റൺസ്. അങ്ങനെ അവർ 18 ഓവറാകുമ്പോൾ കളി തീർത്ത് പോയി. മുംബൈക്ക് ഇടാവുന്ന പിഴവെന്താണെന്ന് അറിയോ? ബോൾട്ടിനെ ഇറക്കിയിട്ടില്ല അവര്. അത് ഇപ്പൊ മനസ്സിലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് ട്രെന്റ് ബോൾട്ടറെ പോലും മികച്ച ബോളറെ പുറത്തിരുത്തിയിട്ട് കോർബിൻ ബോഷിനെ കൊണ്ടത്? ബോഷിന് 3 ഓവറിൽ 39 റൺസ്. മാർക്കം ബിന്ദാക്കായിട്ട് വന്നു 2 ഓവറിൽ 20. ഷാർദുൽ താക്കൂർ വിക്കറ്റ് പോകണം ഞാനറിയാം, പക്ഷെ ഇന്നലെ അതൊന്നും കണ്ടില്ല. ഇന്നലെ വിക്കറ്റ് പോകണം 6 പോകും, അതായത് 3 ഓവറിൽ 41. സാന്റ്നർ 3 ഓവറിൽ 22. ബുംറ അദ്ദേഹത്തിന് പേര് പറയാനില്ല, 4 ഓവറിൽ 21. ദീപക് ചഹർ 3 ഓവറിൽ 20 റൺസ്. അങ്ങനെ ഡൽഹി 18 ഓവർ ആകുമ്പോഴത്തേക്ക് കളി വെച്ച് പോയി. പക്ഷെ ഡൽഹിയുടെ ഒരു കാര്യത്തിലൊക്കെ ഡൽഹി ഇപ്പൊ സമീർ റസ്വി മാത്രമാണ് 2 കളി ക്ലിക്ക് ആയിട്ടുള്ളൂ. ബാക്കി അവരുടെ ബാറ്റേഴ്സ് ഒന്നും ക്ലിക്ക് ആവുന്നില്ല.
അത് വരുന്ന മത്സരത്തിൽ അവർക്ക് തിരിച്ചറിയും. കാരണം രാഹുലൊക്കെ ഫോമിലേക്ക് വരേണ്ടതുണ്ട്. എല്ലാ കളിയും ഇപ്പൊ റിസ്വി അടിച്ച് ഏൽപ്പിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ്. പക്ഷെ എന്നാൽ അദ്ദേഹം മാൻ ഓഫ് മാച്ചിട്ടും അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതായത് അദ്ദേഹം ബാറ്റിംഗ് സൈഡല്ല, ടീമിനെ കുറച്ചും കൂടി ഞാൻ ഒറ്റയ്ക്കും ജയിപ്പിക്കണമായിരുന്നു. കാരണം അദ്ദേഹം ഇങ്ങനെ അവസാനം ഔട്ടായി പോകുന്നുണ്ട്. അത് ഒരു എന്താ പറയാ ഒരു ക്യാച്ച് ഔട്ട് ആയിരുന്നു. ലോങ്ങിലൊക്കെ അടിക്കും ചിലകർമ്മ പിടിച്ച ഔട്ട് ആവുന്നതാണത്. അത് ഇമ്പാക്ട് ആയിട്ടാണ് വന്നത്. ഓടി നോക്കണം കേട്ടോ, ഇതാണ് ശരിക്കും ഇമ്പാക്ട് പ്ലെയർ. അങ്ങനെ ഡൽഹി ഇപ്പൊ 2 കളിയിൽ 2 വിജയിച്ചിട്ടുണ്ട്. മുംബൈ ആവട്ടെ 2 കളി ഒരു വിജയം മാത്രമേ പറ്റിയിട്ടുള്ളൂ. പക്ഷെ മുംബൈയിൽ ആരും എഴുതി തള്ളണ്ട, മുംബൈ തിരിച്ചു വരും. കാരണം നല്ല സ്കോഡ് ഉണ്ടായിരിക്കും. പിന്നെ ഹാർദിക് പാണ്ഡ്യ ഒരു കളി പനിയായിട്ട് വേദന, ഹാർദിക് പാണ്ഡ്യ തിരിച്ചു വന്നതിന് പ്രശ്നം മാറും. പിന്നെ ഹിറ്റ്മാനൊക്കെ മികച്ച ഫോമിൽ തന്നെ കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനെ നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.